നമസ്കാരം. ഒരു പെട്രോൾ കാറിൻ്റെ വിലയ്ക്ക് ഇനി മുതൽ ഇലക്ട്രിക് കാറുകൾ ലഭിക്കും എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. അന്ന് മുതൽ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൃത്യമായിട്ടുള്ളൊരു വിവരം വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തിരിക്കുകയാണ്. ഒരു സൈഡിലൂടെ അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ഒന്നുകിൽ ഈ ഇലക്ട്രിക് കാറിൻ്റെ വിലയിലേക്ക് പെട്രോൾ കാറിൻ്റെ വില എത്തിപ്പെടും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു വസ്തുത. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക് കാറുകളുടെ വില കുറയും എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തൊരു കാര്യമാണ്. കാരണം അത് സംഭവിക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഇന്നിപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80% വിദേശത്ത് നിന്ന്, അല്ലെങ്കിൽ എക്സ്പെഷ്യലി ചൈനയിൽ നിന്നാണ് ഈ ഇലക്ട്രിക് കാറുകളുടെ പാർട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയൊക്കെ വരുന്നത് ചൈനയിൽ നിന്ന് തന്നെയാണ്. അത് പല ബ്രാൻഡിലും കണ്ടിട്ടുണ്ട്, വോക്കൽ ഫോർ ലോക്കൽ എന്നൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ലോക്കലാണോ? ലോക്കലൊന്നുമല്ല. അതിനകത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഭാഗങ്ങളാണ്. അതൊരു സൈഡിൽ നിൽക്കട്ടെ. മഹീന്ദ്ര എന്ന് പറയുന്ന മാനുഫാക്ചർ ഫ്രണ്ടിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇലക്ട്രിക് കാറുകൾക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഇന്ത്യയിൽ തന്നെ ബാറ്ററി പാക്കുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും വില കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിസാൻ പണ്ട് കാലം മുതലേ അവരൊരു വാഹനം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാഹനം നിസാൻ്റെ നോട്ട് എന്ന് പറയുന്നൊരു വാഹനമാണ്. അത് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലാണ് ആ ഒരു വാഹനം വന്നത്. അല്ലെങ്കിൽ വന്നത് എന്ന് പറയാൻ കഴിയില്ല, അത് ടെസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ സാഹചര്യത്തിൽ അതത്ര വയബിൾ ആയില്ല. കാരണം നിസാൻ്റെ നെറ്റ്വർക്ക് അത്രത്തോളം വലുതല്ല. അതുമാത്രമല്ല അവരുടെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി, അതുമാത്രമല്ല അവരുടെ പാർട്സ് സപ്ലയേഴ്സിൻ്റെ ലിമിറ്റഡ് നമ്പർ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്തരത്തിൽ ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത്തരമൊരു ടെക്നോളജി ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സുസുക്കിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കി അതുമായിട്ട് മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. ആദ്യം ഇവരുടെ ഒരു അലയൻസ് ഉണ്ട് ടൊയോട്ടയുമായിട്ട്. ടൊയോട്ടയായിട്ട് അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം എടുത്ത് പറയണം, ടൊയോട്ട ഇതിനു വേണ്ടി ഒന്ന് ശ്രമിച്ചതാണ്. പക്ഷേ ഇന്ത്യയിൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വാഹനങ്ങൾ ഇറക്കണം. അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അങ്ങനെയാണ് സുസുക്കി അവരുടെ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വാഹനങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പെട്രോൾ കാറുകളേക്കാൾ ഒരു 30,000-35,000 രൂപയോ അധികം വിലയിൽ, മാക്സിമം ഒരു 50,000 രൂപ അധികം വിലയിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ ലഭിക്കും എന്നുള്ളത്. പേരിൽ ഇലക്ട്രിക് കാർ ഇല്ലെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ട്രിക് കാർ തന്നെയാണ്. ഇതിൻ്റെ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനമാണ്. അഡാസ് ലെവൽ 2 ആണെന്ന് എനിക്കറിയില്ല, എന്നാലും അഡാസിൻ്റെ പ്രൊവിഷനുണ്ട്. അതൊക്കെ വെച്ചിട്ട് 4 വീൽ ഡ്രൈവ്, അതായത് ഡ്യുവൽ മോട്ടറൊക്കെ വെച്ചിട്ട് ഈ ഒരു വാഹനം ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഹൈബ്രിഡ് എന്ന ബാഡ്ജിങ്. അതായത് ഈ ഒരു വാഹനം ഹൈബ്രിഡാണ്. തത്വത്തിൽ ഇത് ഹൈബ്രിഡ് ആണെന്ന് പറഞ്ഞാലും ഇതൊരു ഇലക്ട്രിക് വാഹനമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നത്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയട്ടെ, ഈ 2026 എന്ന് പറയുന്നൊരു വർഷം വാഹനം വാങ്ങിക്കുക എന്ന് പറയുന്നൊരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഒരു ഖയോസിൽ നിൽക്കുന്ന ഒരു വർഷമാണ്. കൺഫ്യൂഷൻ ഉള്ളൊരു വർഷം തന്നെയാണ്. കാരണം 2027-28 കാലത്തിൽ ഇത്തരത്തിലുള്ള സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലുള്ള വാഹനങ്ങൾ പ്ലസ് ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും. ഡീസൽ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കും എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. BS7 ഒക്കെ വരുമ്പോഴത്തേക്കും ഡീസൽ എന്ന് പറയുന്ന ടെക്നോളജി, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിനെ ഒരു വലിയൊരു ടെക്നോളജിയിലൂടെ BS7 എമിഷൻ നോംസിലേക്ക് കൊണ്ടുവരിക, അതല്ലെന്നുണ്ടെങ്കിൽ കെഫെ നോംസിനെ മീറ്റ് ചെയ്യുക, ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡീസൽ വാഹനങ്ങളുടെ എണ്ണം കുറയും എന്നുള്ളതാണ്. വലിയ SUV-കളിലൊക്കെ ഈ ഡീസൽ വാഹനങ്ങൾ ഉണ്ടായാലായി. പക്ഷേ അവിടെയും ഇത്തരത്തിലുള്ള ഈ റീജനറേഷൻ പ്രോസസ്സ് നമ്മൾ നടത്തേണ്ടി വരും. അതായത് DPF സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്, ഇത്തരം ഡീസൽ പർട്ടിക്കുലർ ഫിൽറ്ററിൽ അടിഞ്ഞുകൂടുന്ന ഡെബ്രിസ്, മാലിന്യങ്ങളെയൊക്കെ നീക്കം ചെയ്യത്തക്ക രീതിയിലുള്ള പ്രക്രിയകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും, പ്രോസസ്സ്. അതാണ് ഞാൻ അർത്ഥമാക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് കാറുകളുടെ വിലയ്ക്ക് ഇത്തരത്തിലുള്ള ഇലക്ട്രിക് കാറുകൾ ലഭിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന ഫ്രോങ്സ് എന്ന് പറയുന്ന ഹൈബ്രിഡ് വാഹനം അത് ഇന്ത്യക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് 4 വീൽ ഡ്രൈവ് വാഹനമാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പൈസയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പൈസ നമ്മൾ കൃത്യമായിട്ട് നോക്കും, എത്ര രൂപയ്ക്കാണ്, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ടോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നോക്കും. മാരുതി സുസുക്കിയുടെ പൈപ്പ് ലൈനിലുള്ളത് പ്രധാനമായിട്ടും 4 വാഹനങ്ങളാണ് സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ വരാൻ പോകുന്നത്. ഒന്ന് ഫ്രോങ്സ് ആണ്, രണ്ടാമത്തത് സ്വിഫ്റ്റ് ആണ്, മൂന്നാമത്തത് ബലീനോയാണ്, നാലാമത്തെ വാഹനം ബ്രസയാണ്. ബ്രസ അടക്കം ഈ 4 വാഹനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരും. പക്ഷേ 2019 കാലഘട്ടത്തിൽ, അതായത് കോവിഡിന് മുമ്പ് അല്ലെങ്കിൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ വളരെ ദ്രുതഗതിയിൽ മാരുതി സുസുക്കിയുടെ വാഗണാറിൻ്റെ ഇലക്ട്രിക് തലങ്ങും വിലങ്ങും ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് കറക്റ്റായിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തിയപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില, ഇപ്പോൾ ഒരു വാഗണാർ എന്ന് പറയുന്ന ഒരു വാഹനം 12 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയ്ക്കൊക്കെ, അല്ലെങ്കിൽ എബോ 10 lakh റുപ്പീസിനൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണ്
എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 150 കിലോമീറ്റർ 160 കിലോമീറ്റർ റേഞ്ച് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വാങ്ങാൻ പോകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. കാരണം വാഗണാറിന് ഇപ്പോൾ തന്നെ ഒരു 18 to 20 മൈലേജൊക്കെ 1 ലിറ്ററിൽ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്. പവറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ആളുകൾ അത്തരത്തിൽ കമ്പയർ ചെയ്യും. അതായത് 6.5 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം കിട്ടുമ്പോൾ 6 ലക്ഷം രൂപ എക്സ്ട്രാ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് എന്തിനാണ് ഒരു ഇലക്ട്രിക്കിലേക്ക് പോകേണ്ടത് എന്ന് ആളുകൾ ചിന്തിക്കും. കാരണം ഇലക്ട്രിക്കിൽ ബാറ്ററിയുടെ കാര്യം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വാഹനം മാറ്റി വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. കാരണം ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടി എന്നൊക്കെ പറഞ്ഞാൽ പോലും 15 വർഷത്തെ വാറണ്ടി കൊടുത്താൽ പോലും ഈ ബാറ്ററിയുടെ ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയാം, ഡിസിൻറ്റഗ്രേഷൻ എന്ന് ഞാൻ പറയുന്നില്ല, അതായത് ചാർജിങ് കപ്പാസിറ്റിയുടെ ആ ഒരു എബിലിറ്റി അത് കുറയും തീർച്ചയാണ്. അതായത് നമ്മൾ ആദ്യമൊക്കെ നമുക്ക് ഇപ്പോൾ ഒരു ഫോൺ മേടിച്ചാൽ പോലും ആദ്യം ഒരു 5 മണിക്കൂറൊക്കെ ബാറ്ററി കിട്ടും എന്നുണ്ടെങ്കിൽ പിന്നീട് അത് കുറഞ്ഞു വരില്ലേ? അതേ ഇഫക്റ്റ് തന്നെ ഇവിടെയും വരും. അതൊരു പ്രകൃതി നിയമമാണ്. എത്രത്തോളം ഈ ബാറ്ററിയുടെ എഫിഷ്യൻസി നിലനിർത്താം, എത്ര കാലത്തേക്കും കൂടെ തള്ളി നീട്ടിക്കൊണ്ട് പോകാം എന്നുള്ളത് മാത്രമാണ് ഈ ടെക്നോളജിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊരു മൂല്യച്യുതി എന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ എബിലിറ്റിക്ക് ഒരു കുറവ് കാലക്രമേണ വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഒരു പുത്തൻ വാഹനം വാങ്ങിച്ചിട്ട് 2 മാസം വെറുതെ വെയിലത്തിട്ടാൽ പോലും അതിൻ്റെ പെയിൻ ക്വാളിറ്റിയൊക്കെ അത് ബാധിക്കില്ലേ? അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ 4 വാഹനങ്ങളാണ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പം വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതൊക്കെ ഓൺ പേപ്പർ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ടെസ്റ്റ് ഡ്രൈവ് അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു വാഹനം വാങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാം. നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകളൊക്കെ വരുത്തിയിട്ട് GST ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ വിലയെല്ലാം ഇനി അങ്ങോട്ട് കൂടാൻ പോകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങുന്ന വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് കൃത്യമായിട്ട് നോക്കിയിട്ട് നല്ല വാഹനമാണെന്നുണ്ടെങ്കിൽ വാങ്ങുക. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കുക. അല്ലാതെ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ വാഹനം മികച്ചതാണ്, വലുതാണ്, സ്റ്റൈലിംഗ് ഉണ്ട്, അഡാസ് ഉണ്ട്, പനോരമിക് സൺറൂഫ് ഉണ്ട്, വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ട്, ഇതൊക്കെ നോക്കി നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ നോക്കണം, സേഫ്റ്റി എല്ലാം നോക്കണം. പക്ഷേ നമ്മുടെ ആവശ്യത്തിന് ഇത് ഉപകാരപ്രദമാകുന്നു. പലരും വാഹനം വാങ്ങിച്ചിട്ട് വീട്ടിലിടുക എന്നുള്ള പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂസ് ഡേ ടു ഡേ പർപ്പസിൽ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ കഴിയണം. നമ്മുടെ ഇടുങ്ങിയ റോഡുകളിലൂടെ കൊണ്ടുപോകാൻ കഴിയണം. നമുക്ക് ഈസി ആയിട്ട് മെനൂവർ ചെയ്യാൻ കഴിയണം. നല്ല സേഫ്റ്റി വേണം, നല്ല സീറ്റിംഗ് കംഫർട്ട് വേണം, നല്ല മൈലേജ് വേണം, ഈസി ടു മെയിൻറ്റെയിൻ ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനം തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങണം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. സീരീസ് ആയിട്ട് ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ പറയാത്തത് ഒരുപാട് വീഡിയോസിൽ നമ്മളത് പറഞ്ഞതാണ്. 5% GST ആണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഈവൻ ദോ ഇത് ഹൈബ്രിഡ് എന്ന് പറഞ്ഞാലും മോട്ടോറുകൾക്ക് പവർ നൽകുന്നത് ബാറ്ററി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 5% GST ഈ ഒരു വാഹനം ക്ലെയിം ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു ടെക്നോളജിയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ പറയുന്ന പെട്രോൾ വാഹനത്തിൻ്റെ വിലയിൽ നിന്നും ഒരു 50,000-60,000 രൂപ അധികം കൊടുത്താൽ തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ വാഹനത്തെ നമുക്കിങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഇതിനകത്തൊരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്ററാണ് Z12E എന്ന് പറയുന്ന മാരുതി സുസുക്കിയുടെ ഡിസയറിലും അത് മാത്രമല്ല സ്വിഫ്റ്റിലൊക്കെ ഇരിക്കുന്ന ആ 3 സിലിണ്ടർ എഞ്ചിൻ. അതിനൊരു ജനറേറ്ററായിട്ട് മാത്രമാണ് കമ്പനി ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.